വൈകുന്നേരം 6:30 ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ സ്റ്റേഷന് പുറത്ത് 2 പാർക്കിംഗ് ഓപ്ഷനുകളുണ്ടായിരുന്നു. ഒരു പ്രീമിയം പാർക്കിംഗ് 150 രൂപ പെർ ഡേ, മറ്റൊരു 30 രൂപ പെർ ഡേ പാർക്കിങ്ങും ഞാൻ ഇവിടെ ബൈക്ക് വെച്ചത്. പ്ലാറ്റ്ഫോമിലെത്തി ട്രെയിനിനായിട്ട് കാത്തിരിക്കുമ്പോൾ ഒരു ചെറിയ അപ്ഡേറ്റ്. ട്രെയിൻ 1 മണിക്കൂർ ലേറ്റ്. ഇരുന്നിരുന്ന് രാത്രിയായി. പക്ഷെ രാത്രിയിലെ സ്റ്റേഷൻ കാഴ്ചകൾ കാണാനും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് അവസാനം ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തി. ട്രെയിൻ മുന്നോട്ട് നീങ്ങുമ്പോൾ വിൻഡോയ്ക്ക് പുറത്തുള്ള രാത്രി കാഴ്ചകൾ യാത്രയ്ക്കൊരു വേറിട്ട ഫീൽ തന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ കോഴിക്കോട് സ്റ്റേഷനെത്തി. ചെന്ന വഴിക്ക് പാരഗണിൽ കയറി ഒരു ബിരിയാണി കഴിച്ചു. എന്നിട്ട് നേരെ ബീച്ചിലേക്ക് ചെന്നു. വാക്ക് വേയിൽ കല്ലിൽ ചെയ്ത ചില രൂപങ്ങൾ കണ്ടു. ഇവിടെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവിടെ തന്നെ ആളുകൾ കൂട്ടം കൂടി നിന്ന് മനോഹരമായ പാട്ടുകൾ പാടുന്നുണ്ടായിരുന്നു. കോഴിക്കോട് എന്നതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ഫുഡ് ഒഴിവാക്കാൻ പറ്റില്ല. കുറച്ച് ദൂരം അവിടെയൊക്കെ ഒന്ന് ചുറ്റിയതിനു ശേഷം അടുത്തുള്ള സഹോദരൻ്റെ റൂമിലേക്ക് പോയി. അടുത്ത ദിവസം അതേ സ്ഥലത്തേക്ക് വീണ്ടും വന്നു, ബാക്കി കാഴ്ചകൾ കാണാൻ വേണ്ടി. ഇവിടുത്തെ എല്ലാ ചെറിയ കാഴ്ചകൾക്കും ഒരു പ്രത്യേക സൗന്ദര്യമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ബീച്ചിൻ്റെ മനോഹരമായ മണലിലേക്ക് ഇറങ്ങിച്ചെന്നു. കടൽ, കാറ്റ്, തിരമാലകൾ ഇവ ഒക്കെയും ചേർന്നപ്പോൾ ബീച്ചിനൊരു ശാന്തമായ ഫീൽ. കടൽ തീരത്ത് കൂടെ ഒന്ന് നടക്കുമ്പോൾ തിരമാലകൾ മണലിലേക്ക് പതിയുന്ന കാഴ്ചയും അടുത്തുകൂടെ നടക്കുന്ന പക്ഷികളും ആ അന്തരീക്ഷം അത്രയും മനോഹരമാക്കി. കടലിൻ്റെ നടുവിൽ ശാന്തമായി നിൽക്കുന്ന ഈ ബോട്ട്, ചുറ്റും പറക്കുന്ന പക്ഷികളും തീരത്തേക്ക് പതിയുന്ന തിരമാലകളും ചേർന്നപ്പോൾ ഈ കാഴ്ചയ്ക്ക് ഒരു വേറിട്ട സൗന്ദര്യം ഉണ്ടായി. ഇവിടെ നിൽക്കുമ്പോൾ സമയം പോലും ഒന്ന് സ്ലോ ആയി പോകുന്ന പോലെ തോന്നി. ബീച്ചിൽ നടക്കുമ്പോൾ ഒരു ചെറിയ സർപ്രൈസ് കണ്ടു. മണലിൽ ഇങ്ങനെ നടക്കുന്ന പ്രാവുകൾ. ശരിക്കും പറഞ്ഞാൽ ബീച്ചിൽ പ്രാവുകളെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. കാഴ്ചകൾ കാണുമ്പോൾ ഒരു ചെറിയ ടീ ഷോപ്പിൽ ഒന്ന് നിന്നു. ഇവിടെ നിന്നുള്ള ബീച്ചിൻ്റെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഒരു പുതിയ സ്ഥലത്തെത്തുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ മാത്രമല്ല, അവിടുത്തെ വൈബ് തന്നെയാണ് യാത്രയെ സ്പെഷ്യലാക്കുന്നത്. കോഴിക്കോടിന് അതുപോലൊരു സൗഹൃദമായ ഫീലുണ്ടെന്ന് തോന്നുന്നു. കടൽക്കാറ്റ്, തിരമാലകളുടെ ശബ്ദം, മണലിലൂടെ നടക്കുന്ന അനുഭവങ്ങൾ, ഈ ചെറിയ കാര്യങ്ങൾ തന്നെ മനസ്സിന് വലിയൊരു ശാന്തി തരുന്നവയാണ്. അതിനാലാകാം കടൽക്കരകൾക്ക് എപ്പോഴും ഒരു പ്രത്യേക ആകർഷണം ഉണ്ടാകുന്നത്. ഇവിടുത്തെ ആളുകൾ വളരെ ഫ്രണ്ട്ലിയും സ്നേഹത്തോടെ പെരുമാറുന്നവരുമാണ്. ആകാശത്ത് ഇങ്ങനെ സ്വാതന്ത്ര്യമായി പറക്കുന്ന ഈ പാരാഗ്ലൈഡർ കാണുമ്പോൾ ഒരു വ്യത്യസ്തമായ ഫീലാണ് തോന്നുന്നത്. കടലും ആകാശവും ഒന്നായി ചേർന്നിരിക്കുന്ന ഈ കാഴ്ച ബീച്ചിന് ഇനിയും കൂടുതൽ സൗന്ദര്യം നൽകുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിനടുത്തുള്ള ഫ്രീഡം സ്ക്വയറിലേക്കാണ്. കോഴിക്കോട് നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഫ്രീഡം സ്ക്വയർ. ചരിത്രപരമായ പല സംഭവങ്ങൾക്കും സാക്ഷിയായ ഒരു ഇടം കൂടിയാണിത്. കോഴിക്കോട് ബീച്ചിനോട് ഒരു ഗുഡ് ബൈ പറയേണ്ട സമയമായി. ഈ മനോഹരമായ കാഴ്ചകൾ മനസ്സിൽ വച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു.
ബീച്ച് സൈഡിലുള്ള റോഡിലൂടെ ഒരു ചെറിയ റൈഡ്. കടൽക്കാറ്റും ഗ്രാമാന്തരീക്ഷവും ഒരുമിച്ച് അനുഭവിക്കാം. ഇതാണ് കോഴിക്കോട് നഗരം. പഴയ ചരിത്രവും പുതിയ നഗരജീവിതവും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു സ്ഥലം. റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ നഗരത്തിന് ഒരു പ്രത്യേക ഊർജം ഉണ്ടെന്ന് തോന്നുന്നു. സാധാരണ ജീവിതം, തങ്ങളുടെ വഴിയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ, അതാണ് ഈ ഒരു നഗരത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം. നഗരത്തിലെ മാർക്കറ്റ് പ്രദേശങ്ങളിലൂടെ ഒരു ചെറിയ യാത്ര. ഇവിടെ എല്ലായ്പ്പോഴും ജീവനുള്ള തിരക്കാണ്. ഒരു ചെറിയ വഴിയിൽ ലോറി കുടുങ്ങിയതുകൊണ്ട് റോഡൊന്ന് ബ്ലോക്കായി. പക്ഷേ ഇവിടെ ആളുകൾ ശാന്തമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ ഞാൻ എത്തിയത് നഗരത്തിലെ പ്രശസ്തമായ മിഠായി തെരുവിലേക്കാണ്. ഇവിടെ നടന്നാൽ തന്നെ കോഴിക്കോട് നഗരത്തിൻ്റെ യഥാർത്ഥ വൈബ് ആസ്വദിക്കാം. ഇവിടെ നിന്ന് സ്പെഷ്യലായ കോഴിക്കോടൻ ഹലുവ മേടിച്ചു. ഇതോടെ കോഴിക്കോട് യാത്രയ്ക്കൊരു വിട. ഇപ്പോൾ തിരിച്ചു പോകുന്ന വഴി. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം.